ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആത്മോപദേശ ശതകത്തിൽ 63-ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ശരിക്കുള്ള പണ്ഡിതൻ തൻ രഹസ്യം ആരറിയുന്നു എന്ന് ഗുരു ചോദിക്കുകയാണ്. പണ്ഡിതൻ, ഇപ്പം നമ്മൾ പൊതുവേ പാണ്ഡിത്യം എന്ന് പറയുന്നത് ഒരു വിഷയത്തിലുള്ള പാണ്ഡിത്യം, അറിവ്. എന്നാൽ ഇവിടെ പറയുന്ന പാണ്ഡിത്യം എന്നുള്ളത് ആത്മവിഷയ ബുദ്ധി, അതായത് ആത്മസാക്ഷാത്കാരം നേടിയ ഒരു മഹാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മഹാത്മാവിൻ്റെ രഹസ്യം ആർക്കറിയാൻ പറ്റും എന്ന് ചോദിക്കുകയാണ്. അത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഗുരു ഉൾപ്പെടെയുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അറിവിലിരുന്ന് അപരത്വമാർന്നിടാതി അറിവിനെ ഇങ്ങറിയുന്നതെന്നിയേതാൻ പരവശനായ അറിവിയില പണ്ഡിതൻ തൻ പരമരഹസ്യമിതാര് പാർത്തിടുന്നു. അറിവിലിരുന്ന് അപരത്വമാർന്നിടാതെ. അപ്പം ഇവിടെ നമ്മൾ ഒരു ജ്ഞാനിയുടെ ഒരു നിലയെക്കുറിച്ചാണ് അറിയാൻ പോകുന്നത്. പലപ്പോഴും ഗുരുവിനെ ഒരു ജ്ഞാനിയായിട്ട് അന്നും ഇന്നും ആളുകൾ അറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം അന്ന് തന്നെ ഒരു കവി പാടുകയുണ്ടായി, നേരിട്ട് കണ്ടവരാരും അങ്ങേ നേരായി അറിഞ്ഞില്ല തന്നെ. നേരിട്ട് ധാരാളം നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഗുരുവിനെ ദർശിക്കുകയുണ്ടായി. പക്ഷെ അവരാരും തന്നെ നേരായി ഗുരുവിനെ അറിഞ്ഞില്ലെന്നുള്ള ഒരു കവിയുടെ വിലാപം അത് നമ്മൾ അവിടെ കാണുകയാണ്. എന്തുകൊണ്ട്? സാധാരണ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ഗുരുവിനെ വലിയൊരു മഹാത്മാവായിട്ട് സിദ്ധനായിട്ടൊക്കെ കണ്ടു. ഗുരുവിനെ സമീപിച്ചവരൊക്കെ ആ രീതിയിൽ പലതും അവർ സ്വായത്തമാക്കി. ഗുരുവിൽ നിന്ന് അസുഖം ബാധിച്ച് കിടന്നിരുന്ന ജനങ്ങൾ ഗുരുവിനെ കാണാൻ വരുമ്പോൾ, ദർശിക്കാൻ വരുമ്പോൾ അവർക്ക് ഗുരു ആ തലത്തിലുള്ള ഒരു ദർശന സൗഭാഗ്യമാണ് കൊടുത്തിരുന്നത്. അസുഖം മാറ്റുന്നതിന് വേണ്ടുന്ന മരുന്നുകൾ ഗുരു പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ഈ ഭവരോഗത്തിന്, നമ്മളുടെ സംസാര ദുഃഖം അത് മാറ്റുവാൻ വന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. സത്യസന്ധമായി നമ്മൾ നോക്കിയാൽ വേദാന്ത ചിന്ത അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള സംശയങ്ങൾ ചോദിച്ചിട്ടുള്ളവരുടെ എണ്ണം വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഗുരുവിനോടുള്ള ആളുകളുടെ പെരുമാറ്റവും, ഗുരു എപ്പോഴും ജനമധ്യത്തിലായിരുന്നതുകൊണ്ടും ഗുരു നമ്മളെപ്പോലെ തന്നെ ഒരാളായി ഇവിടെ കാണപ്പെട്ടതുകൊണ്ടും ഒരു ജ്ഞാനിയായിട്ടുള്ള ഗുരുവിൻ്റെ ആന്തരികമായ തലം മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. ഇനി അതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ട് കാര്യവുമില്ല. കാരണം ആ അവസരങ്ങൾ തിരികെ ലഭ്യമല്ല എന്നുള്ളതാണ്. പിന്നെ ഗുരുവിൻ്റെ അനുഭൂതിയെ കൃതിരൂപത്തിൽ, ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ആത്മോപദേശ ശതകമായാലും ശരി, ദൈവദശകമായാലും ശരി, ദർശനമാലയായാലും ശരി, എല്ലാം ആ അനുഭൂതിയുടെ ഉന്നതമായ തലത്തിൽ നിന്നുകൊണ്ട് ഗുരു രചിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും സൂചിപ്പിക്കുന്നത്, ആത്മജ്ഞാനിയായ ഗുരുവിനെ അറിയുവാൻ താല്പര്യപ്പെടാത്ത
വ്യക്തികൾ ഞങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു, ഗുരു ഇങ്ങനെയാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള വാദമുഖങ്ങൾ അവതരിപ്പിക്കുമ്പോഴും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഗുരു ഇവിടെ നിലനിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഗുരുവിൻ്റെ മാനസികാവസ്ഥ ആർക്കും പിടികിട്ടാത്ത ഒന്നാണ്. അതിൻ്റെ രഹസ്യം ആര് പാർത്തിടുന്നു എന്നാണ് ചോദിക്കുന്നത്. പണ്ഡിതൻ തൻ രഹസ്യം, പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാരു പാർത്തിടുന്നു. ഈ പണ്ഡിതൻ്റെ, ഈ ആത്മജ്ഞാനിയുടെ പരമമായിട്ടുള്ള രഹസ്യം ആർക്കും കണ്ടെത്താൻ സാധ്യമല്ല എന്ന് ജ്ഞാനിയായ ഗുരു തന്നെ പറഞ്ഞു വച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ഈ ജ്ഞാനികളും ഋഷിമാരും ഒക്കെ ഇതേ അഭിപ്രായം തന്നെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഗുരുവിൻ്റെ ആ തലം നമുക്ക് ഒന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് ഉത്തമമായിരിക്കും. അതിനെ അവർക്കും സാധിക്കട്ടെ. നമസ്കാരം.